മന്ത്രിസ്ഥാന കൈമാറ്റം സംബന്ധിച്ച് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോമസ് കെ തോമസ് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്തിട്ടും തീരുമാനമാകാത്തതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത്. NCPയിൽ മന്ത്രി മാറ്റമുണ്ടാകും എന്ന രീതിയിൽ സൂചന വരുന്നു. PC ചാക്കോ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ തോമസ് കെ തോമസ് നമ്മോട് സംസാരിക്കുന്നു 24നോട്. NCPയുടെ നേതാക്കൾ എല്ലാവരും ചേർന്നുള്ള മുംബൈയിലെ ചർച്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് MLA 24നൊപ്പം ചേരുകയാണ്. എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ചർച്ചയിൽ സമഗ്രമായ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. കേരളത്തിലെ പാർട്ടിയുടെ എല്ലാ വിഷയങ്ങളും ഇന്ന് ഞങ്ങൾ ചർച്ചയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രത്യേകമായി എന്തെങ്കിലും അജണ്ട ഈ മീറ്റിങ്ങിന് ഉണ്ടായിരുന്നു? ഇല്ല, എല്ലാ വിഷയങ്ങളും ഉണ്ടല്ലോ. അജണ്ട എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേക ഒരു അജണ്ട വെച്ചുള്ള മീറ്റിംഗ് അല്ല. കാരണം എല്ലാ കാര്യങ്ങളും എന്താണ് പവാർജിയുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും പവാർജിയുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ കേരളം കാത്തിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. ഒട്ടനവധി വാർത്തകൾ വന്നിട്ടുണ്ട്. അത് ശരിവെച്ചും അല്ലാതെയൊക്കെ തന്നെ ചില പ്രതികരണങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അക്കാര്യം അടക്കം ചർച്ചയിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ? ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞായിരുന്നല്ലോ, ആ വിഷയവും ചർച്ച ചെയ്തു. ആ വിഷയങ്ങളും പവാർജിയാണല്ലോ തീരുമാനിക്കാൻ. അപ്പോൾ ആര് എന്ത് എങ്ങനെയെന്നുള്ള തീരുമാനിക്കേണ്ട ആൾ പവാർജിയാണ്. അദ്ദേഹമാണല്ലോ പാർട്ടിയുടെ അവസാന വാക്കെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാര്യങ്ങൾ നമ്മൾ ധരിപ്പിക്കേണ്ടത് ഇന്നതാണ് കേരളത്തിൽ നടക്കുന്നത്, ഇന്ന രീതിയിൽ പോയെങ്കിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പവാർജി എന്താണ് ആദ്യം എടുത്ത തീരുമാനം, അതേ തീരുമാനം തന്നെ നടപ്പിലാക്കണമെന്നാണ് അന്ന് പോലെ ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാതെ അതിനുവേണ്ടി എനിക്ക് മന്ത്രിയാകണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ചു. കാരണം നേരത്തെ എടുത്ത തീരുമാനം അതിൽ നിന്നും ഞാൻ വ്യതിചലിച്ചിട്ടൊന്നുമില്ല. അത് തന്നെ സ്റ്റാൻഡ്. പക്ഷേ ഇപ്പം അതിനേക്കാട്ടിലുപരി എൻ്റെ പാർട്ടിയാണ് വലുത്. അപ്പോൾ ആ പാർട്ടി വളരെ നല്ല രീതിയിൽ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം NCP ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും, കാരണം ഇന്നലത്തെയൊക്കെ മീറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഇന്നലെയൊക്കെ അവിടെ വന്നാലോ, പക്ഷേ നിങ്ങൾ അതിനകത്തൊന്നും വന്നില്ല. ഞങ്ങളുടെ ഈ വിവാദം എങ്ങനെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം നിങ്ങൾ നോക്കിയേ. പക്ഷേ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ പാർട്ടി ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിന് പിന്തുണ കൊടുത്ത് മുന്നിൽ നിൽക്കുക എന്നുള്ള, ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറിയാണ്. അതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയും ആഗ്രഹങ്ങളുണ്ടല്ലോ, അത് നടക്കണം. കാരണം അവസരങ്ങൾ എപ്പോഴും ലഭിച്ചെന്ന് വരത്തില്ല. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഈ മുംബൈയിൽ നടന്ന യോഗത്തിന് ശേഷം അത് ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് ശരത് പവാറിനെയാണ് നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരത് പവാർ എടുക്കും എന്നാണ് തോമസ് കെ തോമസ് MLA വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ റിജോയ്ക്കൊപ്പം S. ശ്രീകാന്ത്, 24 കൊച്ചി.